ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. PSC എക്സാം ഹെൽപ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം അടുത്തായിട്ട് നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് സ്ഥാനനിർണ്ണയം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങളുടെ LGS സിലബസിനകത്തുള്ള ടോപ്പിക്കാണ് സ്ഥാനനിർണ്ണയം. വരിയും നിരയും എന്നൊക്കെ ആണ് പറയുന്ന, വരിയും നിര എന്നൊക്കെ പറയും. ഓക്കെ, അതിപ്പോൾ ഒരാൾ മുന്നിൽ നിൽക്കാമത് പിന്നിൽ നിൽക്കാമതൊക്കെ പറയുന്നതാണ്. ഓക്കെ, അതിനൊരു കുറച്ച് മോഡൽസുകളാണ് ഉണ്ട്, കുറച്ച് മോഡൽസുകളുണ്ട്. LGSന് ചോദിക്കുന്ന മോഡലുണ്ട്, അതിനെക്കാട്ടി ചൂടെ ലെവലിലൂടെ നമ്മുടെ LD ഡിഗ്രി ലെവൽ വരെ, എന്നുവെച്ചാൽ ഹൈ ലെവലൊക്കെ പോകുന്നില്ല, ഒരു LD ലെവൽ ഡിഗ്രിയുടെ തൊട്ടടുത്ത് വരെയുള്ള ലെവൽ വരെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നിന്ന് കൈകാര്യം ചെയ്യും. ഓക്കെ, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പൂജ മുന്നിൽ നിന്ന് 7ാം റാങ്കും പിന്നിൽ നിന്ന് 28ാം റാങ്കുമായാൽ ആ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു ക്ലാസ്സിൽ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യിക്കുന്നതിൽ 99% ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ പൂജ മുന്നിൽ നിന്ന് 7ാം റാങ്കും പിന്നിൽ നിന്ന് 28ാം റാങ്കുമാണ്. ഓക്കെ ആണല്ലോ. എങ്കിൽ ആ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികളുണ്ടോ നോക്കി. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പൂജ മുന്നിൽ നിന്ന് 7ാം റാങ്ക്, മുന്നിൽ നിന്ന്. അപ്പൊ മുന്നിൽ നിന്ന് 7ാം റാങ്കുകാരി പൂജയാണ്. പൂജ മുന്നിൽ നിന്ന് 7ാം റാങ്കുകാരി. പിന്നിൽ നിന്ന് 28ാം റാങ്കുകാരിയും പൂജ തന്നെ. മുന്നിൽ നിന്ന് 7ാം റാങ്കുകാരിയും പൂജയാ, പിന്നിൽ നിന്ന് 28ാം റാങ്കുകാരിയും പൂജയാ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ വേറെ കാര്യമൊന്നുമില്ല, ഇത് രണ്ടും കൂടെ അങ്ങ് കൂട്ടണം. മനസ്സിലായല്ലോ? മുന്നിൽ നിന്നുള്ള 7ാം റാങ്കുകാരിയായ പൂജയും പിന്നിൽ നിന്ന് 28ാം റാങ്കുകാരിയായ പൂജയും നമ്മൾ കൂട്ടണം. രണ്ടും കൂടെ അങ്ങ് കൂട്ടണം. ആ ക്ലാസ്സിൽ ആകെ ഒരേ ഒരു പൂജയുള്ളൂ, ഒറ്റ പൂജയുള്ളൂ. പൂജ എന്ന് പറയുന്ന പെൺകുട്ടി ഒരാളേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 7ാമത്തെ ആളിനെ പൂജ, 28ാമത്തെ ആളും പൂജ തന്നെ. ആകെ ആ ക്ലാസ്സിൽ ഒറ്റ പൂജയുള്ളൂ. നമ്മൾ എഴുതിയപ്പോൾ 2 പൂജ, 7ാമത്തെ ആള് പൂജ, 28ാമത്തെ ആള് പൂജ. നമുക്ക് 2 പൂജയുടെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, നൈസായിട്ട് ഒരു പൂജ അങ്ങ് ഒഴിവാക്കിയേക്കണം. മനസ്സിലായല്ലോ? ഒരു പൂജ നമ്മൾ അപ്പോൾ 28 7ാം റാങ്കുകാരെയും പൂജ, 28ാം റാങ്കുകാരെയും പൂജ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 35 എന്നിട്ട് ഈ 35-നകത്ത് പൂജ 2 പ്രാവശ്യം കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പൂജ നമ്മളങ്ങ് ഒഴിവാക്കുക. ആ ക്ലാസ്സിൽ ആകെയുള്ള കുട്ടികളുടെ എണ്ണം 34 പേരാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 2 കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. മനസ്സിലായോ? ഒരു ക്ലാസ്സിൽ പൂജയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 7ാമതും പിന്നിൽ നിന്ന് 28ാമതും എന്ന് പറഞ്ഞേക്കുന്നത് 2 കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുന്നതാണ് പൂജയുടെ ആ ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി വേണേ നമുക്കിത് മറ്റൊരു രീതിയിലൂടെ ഒന്ന് വരച്ച് ചെയ്ത് നോക്കാം. ഒരു ക്ലാസ്സിൽ പൂജയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 7ാമതാണ്. മുന്നിൽ നിന്ന് 7ാമത് ഇരിക്കുന്ന വ്യക്തിയാണ് പൂജ. എങ്കിൽ പൂജയുടെ മുന്നിൽ ഇനി എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 6 പേരുണ്ട്. മുന്നിൽ നിന്ന് 7ാമത് ഇരിക്കുന്ന വ്യക്തിയാണ് പൂജ. അപ്പോൾ പൂജയുടെ മുന്നിൽ ഇനി എത്ര പേരുണ്ട്? 6 പേരുണ്ട്. പിന്നിൽ നിന്ന് 28ാമത്തെ ആളാണ് പൂജ. പിന്നിൽ നിന്ന് 28ാമത്തെ ആളാണ് പൂജ. അപ്പോൾ പൂജയുടെ പിന്നിൽ ഇനി ഒരു 27 പേരുണ്ട്. മനസ്സിലായല്ലോ? മുന്നിൽ നിന്ന് 7ാമത്തെ ആളാണ് പൂജ. അപ്പോൾ പൂജയുടെ മുന്നിൽ എത്ര പേരുണ്ട്? 6 പേര്. പിന്നിൽ നിന്ന് 28ാമത്തെ ആളാണ് പൂജ. അപ്പോൾ പൂജയുടെ പിന്നിൽ എത്ര പേരുണ്ട്? 27 പേരുണ്ട്. അപ്പോൾ പൂജയുടെ മുന്നിൽ 6 പേരുണ്ട്, പൂജയുടെ പിന്നിൽ 27 പേരുണ്ട്. പൂജയുടെ മുന്നിൽ 6 പേരുണ്ട്, കാര്യം 7ാമത്തെ ആളാകുമ്പോൾ മുന്നിൽ 6, പിന്നിൽ 28ാമത്തെ ആളാകുമ്പോൾ പിന്നിൽ 27 പേര് കാണും. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുക. പൂജയുടെ മുന്നിലുള്ള 6 പേരെയും കൂട്ടി പൂജയുടെ പിന്നിലുള്ള 27 പേരെയും കൂട്ടി പൂജയും ആ ക്ലാസ്സിലെ കുട്ടിയല്ലയോ, ആ കുട്ടിയുടെ കൂട്ടുക. മനസ്സിലായല്ലോ? ഒക്കെ നോക്കിയേ. അപ്പോൾ എത്ര കിട്ടി? 27ഉം 6 കൂടുമ്പോൾ 33, 33 ഒന്നുകൂടെ കൂടുമ്പോൾ എത്ര കിട്ടി? 34. ഇങ്ങനെയും ചെയ്യാം, ഈ രീതിയിലും ചെയ്യാം. ഈ ഒന്നുകിൽ 2 കൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. എന്നിട്ടില്ലെങ്കിൽ പൂജയ്ക്ക് മുന്നിലുള്ളവരെയും പിന്നിലുള്ളവരെയും കൂട്ടിയിട്ട് പൂജയും കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വരിയിലെ കുട്ടികളിൽ മുന്നിൽ നിന്ന് 20ാമതും പിന്നിൽ നിന്ന്
21-ാമതുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര? ക്ലാസ്സിലെ കുട്ടി ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ വരിയിൽ ഒരു വരിയിലെ കുട്ടികളിൽ എ മുന്നിൽ നിന്ന് 20-ാമത്, പിന്നിൽ നിന്ന് എത്രാമതാ? 21-ാമത്. മുന്നിൽ നിന്ന് 20-ാമതും പിന്നിൽ നിന്ന് 20. അപ്പൊ മുന്നിൽ നിന്ന് 20-ാമത് നിൽക്കുന്ന വ്യക്തിയും എ ആ, പിന്നിൽ നിന്ന് 21-ാമത് നിൽക്കുന്ന വ്യക്തിയും എ ആ. രണ്ടും കൂടെ കൂട്ടുക. അപ്പൊ 2 പ്രാവശ്യം എ ഉണ്ടായിട്ട് ഒരു എ അങ്ങ് ഒഴിവാക്കിയേക്കുക. മനസ്സിലായല്ലോ? അപ്പൊ രണ്ടോട് കൂട്ടുമ്പത്തിട്ട് 41 മൈനസ് 1 സമം 40. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 40. എ മുന്നിൽ നിന്ന് 20-ാമതും പിന്നിൽ നിന്ന് 21-ാമതും രണ്ടുകൂടെ കൂട്ടുമ്പോൾ 41 കിട്ടും. 41 കുറച്ച് എത്ര ഇട്ടോ? 40 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി നമുക്കിത് മറ്റൊരു രീതിയിലൂടെ ചെയ്യാം. മറ്റൊരു രീതിയിൽ ചെയ്യാൻ ഒരു വരിയിൽ എ മുന്നിൽ നിന്ന് 20-ാമത്തെ വ്യക്തിയായെങ്കിൽ എയുടെ മുന്നിൽ ഇനി എത്ര പേരുണ്ട്? 19 പേരുണ്ട്. പിന്നിൽ നിന്ന് എത്രാമതാ? 21-ാമത്. അപ്പൊ എയുടെ പിന്നിൽ എത്ര പേരുണ്ട്? 20 പേരും ഉണ്ട്. ഓക്കെ, മുന്നിൽ 19 പേര്, പിന്നിൽ 20 പേര്. അപ്പൊ മുന്നിലുള്ള 19 പേരെയും പിന്നിലുള്ള 20 പേരെയും കൂട്ടണം. മുന്നിലുള്ള 19 പേരെ പിന്നിലുള്ള 20 പേരെയും കൂട്ടണം. എയും ആ വരിയിലുള്ള ഒരാളാ, അതുകൂടെ കൂട്ടുക. അപ്പൊ എത്ര കിട്ടി? 19 1 20, 20 + 20 സമയത്ത് കിട്ടി 40. ആ ക്ലാസ്സിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പേരാണ്. ആ ക്ലാസ്സിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 40 പേരാണ്. അല്ലെങ്കിൽ ആ വരിയിലുള്ള കുട്ടികളുടെ എണ്ണം 40 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരു വരിയിലെ കുട്ടികളിൽ രാജു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 25-ാമതാണ്. രാജു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 25-ാമതാണ് എങ്കിൽ ആ വരിയിൽ ആകെ കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ഒരു വരിയിൽ രാജു മുന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തി രാജു ആണല്ലോ. മുന്നിൽ നിന്ന് 25-ാമത് നിൽക്കുന്ന വ്യക്തി രാജുവാ. പിന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ. മുന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ, പിന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ. ഈ രണ്ടും കൂടെ അങ്ങ് കൂട്ടുക. ആ വരിയിൽ ആകെ ഒരു രാജ്യം ഉള്ളു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു രാജുവിനെ അങ്ങ് ഒഴിവാക്കണം. മുന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തി രാജുവാ, പിന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ. രണ്ടുകൂടെ കൂടുമ്പോൾ 50 എന്ന് കിട്ടി. രണ്ടുകൂടെ കൂടുമ്പോൾ 50. ഈ 50-ൽ രാജു 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു രാജുവിനെ ഒഴിവാക്കുക. 49 ആണ് ആൻസർ. മനസ്സിലാവുന്നുണ്ടല്ലോ? മുന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ, പിന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയും രാജുവാ. അപ്പൊ രണ്ടുകൂടെ കൂട്ടുക, 1 കുറയ്ക്കുക. ആൻസർ 49 ആണ്. ക്ലിയർ ആണല്ലോ? നമുക്കിത് മറ്റൊരു രീതിയിലൂടെ നോക്കാം. ഒരു രാജു മുന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയാണ് രാജു എങ്കിൽ രാജുവിന്റെ മുന്നിൽ എത്ര പേരുണ്ട്? 24 പേരുണ്ട്. പിന്നിൽ നിന്ന് 25-ാമത്തെ വ്യക്തിയാണ് രാജു. അപ്പൊ രാജുവിന്റെ പിന്നിൽ എത്ര ഉണ്ട്? 24 പേരുണ്ട്. രാജുവിന്റെ മുന്നിൽ 24 പേര്, രാജുവിന്റെ പിന്നിലും 24 പേര്. മുന്നിലും 24 പേര്, പിന്നിലും 24 പേര്. ഇനി ആരോടെ ഉണ്ട്? രാജുവോടുണ്ട്. രാജുവിനോട് അങ്ങ് കൂട്ടേക്കുക. അപ്പൊ 24 കൊടുക്കുമ്പോൾ 48 1 49. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 49 പേരാണുള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു മോഡലിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 72 പേരുള്ള ഒരു ക്യൂവിൽ സഹുവയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12-ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. 72 പേരുള്ള ഒരു വരിയാണ്. അതിൽ സഹുവ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12-ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് സഹുവയുടെ സ്ഥാനം എത്രാമതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, മൊത്തം അവിടെ എത്ര പേരുണ്ട്? 72 പേരാണുള്ളത്. 72 പേര്. ക്ലിയർ ആണേ? അതിൽ സഹുവയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12-ാമതാണല്ലോ. മുന്നിൽ നിന്ന് 12-ആകുമ്പോൾ ഈ 72-ൽ നിന്ന് 12 അങ്ങ് കുറയ്ക്കണം. 72-ൽ നിന്ന് 12 കുറയ്ക്കണം. സഹുവ നിൽക്കുന്നത് 12-ാമതാണ്. 12 പേരെ അങ്ങ് കുറയ്ക്കണം. 12 അങ്ങ് കുറയ്ക്കണം. ശ്രദ്ധിച്ചോണേ. അപ്പോൾ 72-ൽ നിന്ന് 12 കുറയ്ക്കണം. സഹുവ 12-ാമതാ. 12 പേരെ കുറയ്ക്കുക എന്ന് വെച്ചാൽ സഹുവയുടെ അങ്ങ് കുറഞ്ഞു പോവുക. സഹുവയുടെ അങ്ങ് ഇല്ലാതെ പോവുക. സഹുവയെ നമ്മൾ കുറച്ച് മാറ്റുക അവിടുന്ന്. മനസ്സിലായോ? 12 പേരെ കുറയ്ക്കുക നമ്മൾ അവിടുന്ന്. ഓക്കെ ആണല്ലോ? അപ്പൊ 72 പേരിൽ സഹുവയുടെ സ്ഥാനം 12-ആന്ന് വെച്ചാൽ 12 കുറച്ചാൽ സഹുവ സഹിതം 12 പേര് അതിനകത്തൊന്ന് ഒഴിവായി. പക്ഷേ നമുക്ക് സഹുവായ വേണം. കാരണം എന്താണെന്നറിയാവോ? ഈ സഹുവായ 12 പേരുള്ള വരിയിൽ നിന്ന് 72 പേരുള്ള വരിയിൽ സഹുവയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12-ാമതാകുമ്പോൾ ഈ 12 കുറയ്ക്കുമ്പോൾ സഹുവ സഹിതം കുറച്ചു പോയി. ഓക്കെ, നമുക്ക് സഹുവായ വേണം. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? എങ്കിൽ
മുന്നിൽ നിന്ന് 12ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതാണ്. അപ്പോൾ ഈ 12 പേരെ കുറയ്ക്കുമ്പോൾ നമ്മുടെ സഹ്വ സഹിതം കുറഞ്ഞു പോയി. സഹ്വ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ സഹ്വയെ നമുക്ക് വേണം. അതുകൊണ്ട് 1 അങ്ങ് കൂട്ടിയാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ 72 പേരുണ്ട്. മൊത്തത്തിൽ 72 പേരാണുള്ളത്. അതിൽ സഹ്വയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12ാമതാണ്. മുന്നിൽ നിന്ന് 12ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് എത്രാമതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 72 നിന്ന് 12 പേരെ നമ്മൾ കുറച്ചു. 12 കുറയ്ക്കുമ്പോൾ സഹ്വ സഹിതം 12 പേര് കുറഞ്ഞു. സഹ്വ എന്ന് പറയുന്ന കുട്ടിയെ നമുക്ക് വേണ്ടതുകൊണ്ട് ആ സഹ്വ ഒരാളാണ്. ആ 1 അങ്ങ് കൂട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ 72 12 കുറയ്ക്കുമ്പോൾ 3 60 60 + 1 3 61 എന്ന് കിട്ടും. ആ ക്ലാസ്സിൽ ആകെയല്ല, സഹ്വയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 61ാമതാണ്. മുന്നിൽ നിന്ന് 12ാമത് ഇരിക്കുന്ന സഹ്വ പിന്നിൽ നിന്ന് 61ാമതാണ്. ഓക്കെ ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ എന്താ മൊത്തത്തിലൊന്ന് വരച്ച് ചെയ്ത് നോക്കാം. മൊത്തത്തിൽ 72 പേരാണുള്ളത്. സഹ്വയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12ാമത്. അപ്പോൾ മുന്നിൽ നിന്ന് 12ാമത് ഇരിക്കുന്ന വ്യക്തിയാണ് സഹ്വ. അപ്പോൾ മുന്നിൽ നിന്ന് 12ാമതാകുമ്പോൾ മൊത്തത്തിൽ 72 പേരാണുള്ളത്. അപ്പോൾ ഇവിടം തൊട്ട് ഈ മുന്നിൽ നിന്ന് ഇവിടെ വരെ 12 പേര്, സഹ്വ വരെ 12 പേര്. അപ്പോൾ സഹ്വയുടെ പിന്നിൽ എത്ര പേര് കാണും? അതിൻ്റെ ഈ പിന്നിൽ ഒരു 60 പേരുണ്ട്. മനസ്സിലായി? മൊത്തം 72 പേരാണുള്ളത്. മൊത്തം 72 പേരിൽ ഇവിടെ വരെ സഹ്വ വരെ 12. അപ്പോൾ സഹ്വ കഴിഞ്ഞിട്ട് 60 പേര് ബാക്കിലുണ്ട്. എങ്കിൽ സഹ്വയുടെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമെന്ന് ചോദിച്ചാൽ ഈ 60 പേരും കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഹ്വ വരത്തുള്ളൂ. 60 പേരും കഴിഞ്ഞ് അടുത്ത ഒരാളായിട്ട് 60 പേര് ഇവിടെ പിന്നിലുണ്ട്. ഈ 60 1 2 3 എണ്ണി 60ഉം കഴിഞ്ഞിട്ട് സഹ്വ എത്തും. സഹ്വയുടെ സ്ഥാനം അപ്പോൾ 60 ഇവിടെ വരെ 60 പ്ലസ് സഹ്വ. മനസ്സിലായല്ലോ? 61 ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ മുന്നിൽ നിന്ന് മൊത്തം 72 പേരുള്ളൊരു വരിയിൽ സഹ്വ മുന്നിൽ നിന്ന് 12 ആണെങ്കിൽ പിന്നിൽ നിന്ന് എത്ര ആണെന്ന് ചോദിച്ചാൽ ഓക്കെ 72ൽ നിന്ന് 12 കുറയ്ക്കുമ്പോൾ സഹ്വയുടെ കുറഞ്ഞു പോയി. സഹ്വയെ നമുക്ക് വേണം. സഹ്വ ഒരാളാണ്. ആ 1 കൂട്ടുക. അപ്പോൾ മുന്നിൽ നിന്ന് എത്രാമതാണ്? പിന്നിൽ നിന്ന് 61. മുന്നിൽ നിന്ന് 12ാമതാണെങ്കിൽ പിന്നിൽ നിന്ന് 61ാമതാണ്. ക്ലിയർ ആണല്ലോ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തത്തിൽ 72 പേരുള്ളത് 12 കഴിഞ്ഞാൽ ബാക്കി 60 പേര് പിന്നിലുണ്ട്. ഇപ്പം ഈ 60 പേരും കഴിഞ്ഞ സഹ്വ വരത്തുള്ളൂ. അപ്പോൾ 61ാമത്തെ ആളായിട്ടാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്നും 20ാമതാണ് എങ്കിൽ മുന്നിൽ നിന്ന് എത്രാമതാണ്? ഞാൻ നേരത്തെ പറഞ്ഞത് സഹ്വയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 12ാമത് എങ്കിൽ പിന്നിൽ നിന്ന് എത്ര. ഇവിടെ ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20ാമത് എങ്കിൽ മുന്നിൽ നിന്ന് എത്രാമത്. ഈ 2 രീതിയിൽ തിരിച്ചും മറിച്ചും PSC ക്വസ്റ്റ്യൻ ചോദിക്കും. മുന്നിൽ നിന്ന് ചോദിച്ചിട്ട് പിന്നിൽ നിന്ന് പറഞ്ഞിട്ട് മുന്നിലോ, 2 തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാലും ശരി. നിങ്ങൾ വേറെ ഈ ഒന്നും ചെയ്യേണ്ട. ഈ ഒറ്റ റൂൾ അങ്ങ് ഉദ്ദേശിച്ചാൽ ഈ ഒറ്റ റൂൾ നമ്മൾ ചെയ്ത അതേ ട്രിക്ക് തന്നെ ചെയ്താൽ മതി. മനസ്സിലായല്ലോ? ഓക്കെ 50 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ 50 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ ആദി എന്ന് പറയുന്ന കുട്ടിയുടെ സ്ഥാനം ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20. അപ്പൊ നോക്കാം 50 പേരാണ് മൊത്തം ഉള്ളത്. മൊത്തം 50 പേരാ. അതിൽ ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20ാമതാണ്. മനസ്സിലായല്ലോ? അപ്പൊ എന്ത് ചെയ്യണം? ആ 20 നമ്മളങ്ങ് കുറയ്ക്കണം. ഈ 20 കുറയ്ക്കുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യം കൂടെ അങ്ങ് കുറച്ച് മാറ്റുക നമ്മൾ. മനസ്സിലായല്ലോ? ആദ്യം കൂടെ നമ്മൾ കുറച്ച് മാറ്റുക. പക്ഷെ ആദ്യം നമുക്ക് വേണം. കാര്യം 20 പേരെ കുറയ്ക്കുമ്പോൾ ആദ്യയുടെ സഹിതം കുറഞ്ഞു പോയി. നമുക്ക് ആദ്യം വേണം. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം എത്ര പേരുണ്ട്? ഒറ്റാളേ ഉള്ളു. ആദ്യം എന്ന് പറയുന്ന പയ്യൻ ഒരാളെ ഉള്ളു. മനസ്സിലായോ? ആ ആളിനെ നമുക്ക് വേണം. അയാളെ അങ്ങ് കൂട്ടണം. മനസ്സിലായല്ലോ? ഓക്കെ അപ്പൊ എന്താണ്? മൊത്തത്തിൽ എത്ര പേരുണ്ട്? 50 പേരാണുള്ളത്. അതിൽ ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20ാമത്. അപ്പൊ 20 പേരെ കുറയ്ക്കുമോ എന്ന് പറഞ്ഞാൽ ആദ്യ സഹിതം കുറഞ്ഞു പോയി. ഇനി ആദിയുടെ മുന്നിൽ ഒരു 30 പേരാണ് ഉള്ളത്. അപ്പൊ 20 പേര് സഹിതം അങ്ങ് കുറഞ്ഞു പോയി. നമുക്ക് ആദ്യം കൂടെ വേണം. എങ്കിൽ ചോദിച്ചിരിക്കുന്നത് മുന്നിൽ നിന്നുള്ള സ്ഥാനമാണ്. അപ്പൊ എന്താണ്? 30 + 1 = 31 എന്നിട്ട് 31 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അല്ലാതെ വരച്ചു വേണം ചെയ്യാം. മൊത്തത്തിൽ 50 പേരാണുള്ളത്. അതിൽ ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20ാമതാണ്. 20ാമത് ആദിയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20ാമതാണ്. ഓക്കെ ആണല്ലോ? എങ്കിൽ മൊത്തത്തിൽ 50 പേരിൽ ആദിയുടെ മുന്നിൽ ഇനി എത്ര പേരുണ്ട്? 30 പേരുണ്ട്. ഈ 30 പേരാണ് ആദിയുടെ മുന്നിലുള്ള. ഈ 30 പേര് ആദിയുടെ മുന്നിലുള്ളവരാ. ഓക്കെ ആണല്ലോ? ഈ 30 പേരും കഴിഞ്ഞേ ആര് വരുത്തോളൂ? ആദ്യം വരുത്തോളൂ. അപ്പം എന്താ? ഈ ഇവിടെ തൊട്ട് ഇവിടം വരെ 30 പേര്. ഈ 30 പേരും കഴിഞ്ഞ് അടുത്തയാളായിട്ടാണ് ആദ്യം വരുന്നത്. അപ്പം എന്തുണ്ട്? 30 + 1 = 31 എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു മോഡലാണ്. അടുത്തൊരു മോഡൽ എങ്ങനെയാ പറയുന്നത്?
ഒരു ക്ലാസ്സിലെ 50 കുട്ടികളുടെ രജിസ്റ്ററിൽ മനു മുകളിൽ നിന്ന് 8-മതും ഹരിത താഴെ നിന്ന് 20-മതുമാണ്. ഇവർക്കിടയിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു രജിസ്റ്ററിനകത്ത് മനുവിന്റെ സ്ഥാനം മുകളിൽ നിന്ന് പിന്നെ ഒരു ക്ലാസ്സിലെ 50 കുട്ടികളിൽ മനു മുകളിൽ നിന്ന് എത്രാമതാണ്? 50 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അതിൽ മനു മുകളിൽ നിന്ന് 8-മതും അതേപോലെ തന്നെ ഹരിത താഴെ നിന്ന് 20-മതുമാണ് എങ്കിൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ അവർക്കിടയിൽ ഈ പറയുന്ന മനുവിനും ഹരിതയ്ക്കും ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് ചുമ്മാ ആരെയും ഒന്ന് വരച്ച് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് എളുപ്പമാർക്ക് ഞാൻ അപ്പുറത്ത് ചെയ്ത് തരാം. സ്പീഡ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഞാൻ അപ്പുറത്ത് പറഞ്ഞുതരാം. അപ്പോൾ നോക്കാം. ഒരു 50 പേരുള്ള രജിസ്റ്ററാണ്. ഓക്കെ. മനു മുന്നിൽ നിന്ന് 8-മതാണ്. മനു മനസ്സിലായല്ലോ. മനു എന്ന് പറയുന്നത് മുന്നിൽ നിന്ന് 8-മത്. ഓക്കെ, 8. മൊത്തത്തിൽ 50 പേരുണ്ട്. ഈ 50 പേരിൽ ഇനി ഇങ്ങോട്ട് മൊത്തം 8, ഇവിടെ വരെ 8ആയി. ഇനി ഇങ്ങോട്ട് മൊത്തം എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 42 പേരാണ് ഉള്ളത്. 42 പേര്. 42 8 50. ഓക്കെ, പിന്നെന്താണ് പറയുന്നത്? 42 പേരുണ്ട്. ഇവിടെ വരെ മൊത്തത്തിൽ 42 പേരുണ്ട്. ഇനി ആരാ? മനു 8-മതും ഹരിത താഴെ നിന്ന് 20-മത്. ഹരിത നമുക്ക് ഇവിടുന്നുണ്ട്. താഴെ നിന്ന് 20-മത്. 20-മതാണ്. 20-മത് വയ്ക്കുന്ന വ്യക്തിയാണ് ഹരിത. ഇവിടെ വരെ 20 പേരുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 8 പേര് കഴിഞ്ഞാൽ പിന്നെ ഉള്ള 42 പേരാണ്. 8 പേര് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഈ മനു വരെ 8 പേര്. അത് കഴിഞ്ഞ് ഇവിടെ വരെ 42 പേരാണ്. ഈ 42 പേരിൽ 20-മത്തെ ആളായിട്ട് ഹരിത വരും. 20 കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉണ്ട് 22. മൊത്തം 42 പേര്. ഇവിടെ വരെ 42 പേരാണുള്ളത്. അതിൽ 22 പോയി, 20 പോയി. ബാക്കി എത്ര ഉണ്ട്? 22 പേരാണ്. ഈ ഹരിത കഴിഞ്ഞോട്ട് 22 പേര്, മനുവിന് മുന്നിലായിട്ട് 22 പേര്. എന്ന് വെച്ചാൽ ഇവർക്കിടയിൽ ഈ ഹരിതയ്ക്കും മനുവിനും ഇടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഈ 22 പേരേ ഉള്ളൂ. മൊത്തത്തിൽ ഉള്ള ആൾക്കാരുടെ എണ്ണം 50. അതിൽ മനു 8-മത്. മനു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 42 പേരാണുള്ളത്. ഹരിത ഇവിടെ വരുമ്പോൾ എത്ര ആവത്? 20-മത്. അപ്പോൾ ഈ 42 പേര് കഴിഞ്ഞാൽ 20 കഴിഞ്ഞാൽ പിന്നെ 22 പേര്. ആ 22 പേര് മനുവിനും ഹരിതയ്ക്കും ഇടയിലാണ് വരുന്നത്. 22 പേരാണ് മനുവിനും ഹരിതയ്ക്കും ഇടയിലുള്ള. ആൻസർ 22 പേരെ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവർക്കിടയിൽ 22 പേരാണുള്ളത്. ഓക്കെ, നമ്മൾ ഈ എഴുതിയേക്കുന്ന 42 എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളതാണ് 42 എഴുതിയിരിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 22 ആണ്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? ഷോർട്ട് കട്ട്. ഇത്രയൊന്നും ചെയ്യണ്ട, എളുപ്പം ചെയ്യാം. ഒറ്റ സ്റ്റെപ്പ് നമ്മൾ ആൻസർ ചെയ്യും. മനുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് അല്ലെങ്കിൽ 8-മത്, മുകളിൽ നിന്ന് 8-മതാണ് മനുവിൻ്റെ സ്ഥാനം. ഹരിതയുടെ സ്ഥാനം പിന്നിൽ നിന്ന് അല്ലെങ്കിൽ താഴെ നിന്ന് 20-മതുമാണ്. മനുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8-മതും ഹരിതയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20-മതുമാണ്. ഇവരുടെ രണ്ടുപേരുടെ സ്ഥാനങ്ങൾ തമ്മിലെങ്കിലും അങ്ങ് കൂട്ടിയേക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഹരിതയുടെയും മനുവിൻ്റെയും സ്ഥാനങ്ങൾ തമ്മിൽ അങ്ങ് കൂട്ടുക. ഇവിടെ കൂട്ടുമ്പോൾ 28 കൂടെ കൂട്ടുമ്പോൾ 28. അപ്പോൾ എന്തുവാ? ഹരിത മനു മുന്നിൽ നിന്ന് 8-മത്, ഹരിത പിന്നിൽ നിന്ന് 20-മത്. രണ്ടുപേരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 28. ഹരിതയുടെയും മനുവിൻ്റെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 28 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇവർ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 28 കിട്ടി. ഇനി ആ ക്ലാസ്സിലുള്ള ആകെ ആൾക്കാർ എണ്ണം, അല്ലെങ്കിൽ ആ രജിസ്റ്ററുള്ള ആകെ ആൾക്കാർ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. ആകെ ആൾക്കാർ എണ്ണം 50. ഓക്കെ, മനുവിൻ്റെയും അതേപോലെ തന്നെ ഹരിതയുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 28 കിട്ടി. ആകെ ആൾക്കാർ എണ്ണം 50 കിട്ടി. ഇതാ ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോണം. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം മൊത്തം ആൾക്കാരുടെ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാരുടെ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് വെച്ചാൽ മൊത്തം ആൾക്കാരുടെ എണ്ണത്തെക്കാട്ടിലും കുറവാണ്. മൊത്തം ആൾക്കാർ 50 പേരുണ്ട്, അവരെക്കാട്ടിൽ കുറവാണ് 28. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കുറവാണ് എങ്കിൽ ഈ പറയുന്നവരുടെ ഇടയിൽ മനുവിനും ഹരിതയ്ക്കും ഇടയിൽ എത്ര പേരുണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ
മൊത്തം ആൾക്കാർ എണ്ണമായ 50-ൽ നിന്ന് ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം എത്ര? 28 അല്ലയോടോ? അതങ്ങ് കുറച്ചാൽ മതി, ആൻസർ 22 ആയിരിക്കും. അത് കുറച്ചാൽ മതി, ആൻസർ എത്രയാണ്? 22 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ക്ലാസ്സിൽ 50 കുട്ടികളിൽ മനുവിൻ്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8-മതും ഹരിതയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 20-മതുമാണ് എങ്കിൽ അവർ രണ്ടുപേരുടെ സ്ഥാനം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 28 എന്ന് കിട്ടി. ഈ 28 എന്ന് പറയുന്നത് അവർക്കുള്ള സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമായി 28 മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കുറവാണോ കൂടുതലാണോ എന്ന് നോക്കണം. കുറവാണോ കൂടുതലാണോ? ഇവിടെ നോക്കിയപ്പോൾ മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കുറവാണ്, 50-നെക്കാട്ടിൽ കുറവാണ് 28. എങ്കിൽ മൊത്തം ആൾക്കാർ എണ്ണമായ 50-ൽ നിന്ന് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയ ഉത്തരമായി 28 കുറച്ചാൽ ബാലൻസ് വരുന്ന 22 എന്ന് പറയുന്നത് ഈ പറയുന്നവരുടെ ഇടയിൽ വരുന്നതാണ്. ആരൊക്കെ? മനുവിൻ്റെയും അതേപോലെ തന്നെ ഹരിതയുടെയും ഇടയിൽ വരുന്നവരാണ് ഈ 22 പേര് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി ഒരു ചോദ്യം ചിലപ്പോൾ ഇതിനകത്ത് ചോദിക്കാം, ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ 22 പേരെന്ന് ചോദിച്ചു. 22 ഈ 22 ആണ് നമ്മുടെ ആൻസർ. ഇനി ചോദ്യം, അവർക്കിടയിൽ അവർ ഉൾപ്പെടെ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ, അവർക്കിടയിൽ അവർ ഉൾപ്പെടെ ഈ മനുവിനും ഹരിതയ്ക്കും ഇടയിൽ 22 പേര്, അവർ ഉൾപ്പെടെ എന്ന് വെച്ചാൽ മനുവിനെ എടുക്കണം, ഹരിത എടുക്കണം. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ 22-ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണം? 2 കൂടെ കൂട്ടി എത്ര കിട്ടി? 24. ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ കിട്ടിയ ഫൈനൽ ആൻസർ ഈ 22 ഉണ്ടല്ലോ, ഇതിൻ്റെ കൂടെ മനുവിനെയും ഹരിതയും കൂടെ ഉൾപ്പെടുത്തി 24 എന്നുള്ള ആൻസർ വേണം എഴുതാൻ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരമാണ് ആൻസർ 22 ആണ്. ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 22, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 22 ആണ്. ഇനി അവർക്കിടയിൽ എന്ന് പകരം അവർക്കിടയിൽ അവരെയും കൂടെ അവർ ഉൾപ്പെടെ എന്ന് ചോദിച്ചാൽ മനുവിനെ ഹരിതയെ 2 പേരുണ്ട്, അവരോടെ കൂട്ടി 24 എന്നുള്ള ആൻസർ എടുത്തോണം. ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5-ഉം ഉമയുടെ റാങ്ക് പിന്നിൽ നിന്ന് 18-മാണ് എങ്കിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് ആദ്യം നേരത്തെ ഷോർട്ട് കട്ടിൽ തന്നെ ചെയ്യാം. നോക്കിയേ, ഇവിടെ 40 പേരുള്ള ഒരു കുട്ടി, 40 പേര്. അപ്പൊ മൊത്തം ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? 40 പേരാണുള്ളത്. അതിൽ ഉണ്ണിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 5-മത്, അതേപോലെ തന്നെ ഉമയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 18-മതുമാണ്. മനസ്സിലായല്ലോ? ഉമയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 18-മതും ഉണ്ണിയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 5-മതുമാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അവർക്കിടയിൽ എത്ര പേരുണ്ട്? എത്രയാണ്? അവർക്കിടയിൽ, ഉണ്ണിക്കും ഉമ്മയ്ക്കും ഇടയിൽ എത്ര പേരുണ്ടെന്നാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടണം. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 23 എന്ന് കിട്ടി. 23 സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 23 എന്ന് കിട്ടിയല്ലോ? ഓക്കെ, സ്ഥാനങ്ങൾ തമ്മിൽ 23 കിട്ടി. ഈ 23 എന്ന് പറയുന്നത് ഇവർ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ്. ഞാൻ പറഞ്ഞു, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 23. മൊത്തം ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 40. 40-നെക്കാട്ടിൽ കൂടുതലാണോ കുറവാന്ന് വെച്ചാൽ കുറവാണ്. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കുറവാണ് എങ്കിൽ മൊത്തം ആൾക്കാർ എണ്ണത്തിൽ നിന്ന് അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമായ 23, 40-ൽ നിന്ന് 23 അങ്ങ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 17. ഈ 17 എന്ന് പറയുന്നതാണ് ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇവർക്കിടയിൽ 17 പേരാണുള്ളത്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇനി വരച്ചു നോക്കാം. മൊത്തത്തിൽ എത്ര പേരാണുള്ളത്? മൊത്തത്തിലുള്ള ആൾക്കാർ എണ്ണം എന്ന് വെച്ചാൽ 40 പേരാ. ഇതിൽ ഉണ്ണിയുടെ റാങ്ക് മുന്നിൽ നിന്ന് 5-മത്, ഇവിടെ 5-മതാണ്. ഓക്കെ, മൊത്തത്തിൽ 40 പേരുണ്ട്. അതിൽ ഉണ്ണി 5-മതായാൽ ഉണ്ണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ടിക്ക് ചെയ്യുന്ന ഇത്രയും ഭാഗത്തായിട്ട് ഒരു 35 പേരുണ്ട്. മൊത്തം 40 പേരാണ്, അതിൽ 35 പേരുണ്ട്. ഓക്കെ, ഇനി ഉമയുടെ സ്ഥാനം പിന്നിൽ നിന്ന് 18-മത്. അപ്പം ഇവിടെ ഇനി ഒരു 18 പേരൂടെ. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ഒരു 18 പേര്, മൊത്തത്തിൽ 18. ഇപ്പം ഇവിടെ മൊത്തത്തിൽ 40 പേരാ. ഇവിടെ കഴിഞ്ഞിട്ട് 35 പേര്. ഈ 35 പേരിൽ നിന്ന് ഇത്ര ഇവിടെ കിട്ടുമ്പോൾ ഒരു 18. ഓക്കെ ആണല്ലോ? 18 പേര്. ഇവിടെ വരെ ഉമയെത്തി. ഓക്കെ ആണല്ലോ? ഉമ എന്ന് വെച്ചാൽ ഈ 18. ഇനി ഇവിടെ ഈ 18-മത്തെ ആളായിട്ടാണ് ഉമ എത്തിയേക്കുന്നത്. ഇവിടെ ഉണ്ണിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ 18 പേര്. ഇവിടുന്ന് ഇവിടെ വരെ 18, ഇവിടുന്ന് 5. മൊത്തത്തിൽ എത്രയാണ്? മൊത്തത്തിൽ നമുക്കുള്ള ആൾക്കാർ എണ്ണം എന്ന് വെച്ചാൽ 40 പേരാണ്. അപ്പോൾ ഇവിടുന്ന് 5 പോയാൽ ബാക്കി 35 പേര്. ഇവിടുന്ന് 18 പോയാൽ ഇനി ബാക്കി ഒരു 17 പേർ ഇവിടെ ഉണ്ട്. 17
17. കാര്യം 35 18 ബാക്കി 17. ഈ 17 പേര് നിൽക്കുന്നത് ഉണ്ണിക്കും ഉമയ്ക്കും ഇടയിലാണ്. ഉണ്ണിക്കും ഉമയ്ക്കും ഇടയിൽ. അപ്പോൾ ആൻസർ 17. അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ സ്ഥാനങ്ങൾ തമ്മിൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കുറവാണെങ്കിൽ മൊത്തം ആൾക്കാർ എണ്ണത്തിൽ നിന്ന് ആ സ്ഥാനങ്ങൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഈ ഉണ്ണിക്കും ഉമയ്ക്കും ഇടയിൽ ആരാണോ പറയുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഇടയിൽ വരുന്ന ആൾക്കാരുടെ എണ്ണമായിരിക്കും. ഇനി അവർക്കിടയിൽ അവർ ഉൾപ്പെടെയെന്നും കൂടെ ഒരു ചോദ്യം വന്നാൽ ഈ 17 കൂടെ 2 കൂടെ കൂട്ടിയിട്ട് 19 എന്നുള്ള ആൻസർ എടുത്തിരിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇതാണ് ആൻസർ. ഇവിടെ അത് എന്തായാലും 17 + 2 = 19 വരും. നമ്മുടെ ഈ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രകാരം 17 ആണ് ആൻസർ. അത് 19 ഇങ്ങനെ ചോദ്യം വന്നാൽ 2 രീതി ചോദ്യം വന്നാലും ആൻസർ ചെയ്തേക്കണം. ആൻസർ 19 എന്ന് ചെയ്തേക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസർ 17. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. അവിടുത്തെ ഒരു മോഡലാണിത്. ഓക്കെ, 30 പേരുള്ള ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18-മതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 22-മതുമാണ് എങ്കിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ, മാറ്റമൊന്നുമില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഒരു കാര്യം നോക്കണം. 30 പേരുള്ള ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18-മതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 22-മതുമാണ് എങ്കിൽ ഇവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ നോക്കണം, മൊത്തത്തിലുള്ള ടോട്ടൽ ആൾക്കാരുടെ എണ്ണം പറയുന്നത് ടോട്ടൽ എന്ന് പറയുന്നത് എത്ര? 30 പേരാണ്. 30 വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് എത്രാമതാ? എയുടെ സ്ഥാനം ഇടത് നിന്ന് 18-മതും ബിയുടെ സ്ഥാനം വലത് നിന്ന് എത്രാമതാ? 22-മതുമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ ട്രിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടാം. ഓക്കെ, അപ്പോൾ സ്ഥാനങ്ങൾ എത്ര? 18 + 22 സമയത്ത് കിട്ടി 40 എന്ന് കിട്ടി. ഓക്കെ, 40 സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ അടക്കുന്നത് 40. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 40. മൊത്തത്തിൽ 30 പേരേ ഉള്ളൂ. ടോട്ടൽ 30 പേരേ ഉള്ളൂ. സ്ഥാനം കൂട്ടിയപ്പോൾ 40. ക്ലിയർ ആവുന്നുണ്ടോ? മൊത്തത്തിൽ 30 പേരേ അവിടെ ഉള്ളൂ. പക്ഷെ നമ്മൾ അവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 40 കിട്ടി. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നേരത്തെ ചെയ്തതിനായിട്ടൊരു വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ് എങ്കിൽ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയ ഉത്തരമായ 40-ൽ നിന്ന് മൊത്തം ആൾക്കാർ എണ്ണമായ 30 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 എന്നൊരു ഉത്തരം കിട്ടും. സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരമായ 40-ൽ നിന്ന് മൊത്തം ആൾക്കാർ എണ്ണമായ 30 കുറയ്ക്കുമ്പോൾ നമുക്ക് 10 എന്നൊരു ഉത്തരം കിട്ടും. ഈ കിട്ടിയേക്കുന്ന 10 എന്ന് പറയുന്നത് അവർക്കിടയിൽ എത്ര പേരുണ്ടെന്നുള്ള ഉത്തരമല്ല, അവർക്കിടയിൽ അവർ ഉൾപ്പെടെ എത്ര പേരുണ്ടെന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർക്കിടയിൽ അവർ ഉൾപ്പെടെ എത്ര പേരുണ്ട്, അവർ ഉൾപ്പെടെയുള്ള ഉത്തരമാണ് ഇട്ടേക്കുന്നത് 10 എന്നുള്ളത്. നമുക്ക് അവർ ഉൾപ്പെടെ എത്ര പേരുണ്ടെന്ന് വേണ്ട, അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് മാത്രം മതി. അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ ഈ 10-ൽ നിന്ന് ഒരു 2 കൂടെ അങ്ങ് കുറച്ചേക്കണം. ആൻസർ 8 ആണ്. ആൻസർ എത്രയാണ്? 8. കാര്യം എന്താ? ഈ 10 എന്ന് പറഞ്ഞാൽ ആര്? എയും ബിയും കൂടെ ചേർന്ന ആ എയും ബിയും നമുക്ക് വേണ്ട, അവർക്കിടയിൽ എത്ര പേരുണ്ടെന്നേ ഉള്ളു. അപ്പൊ എയും ബിയും നമ്മൾ അങ്ങ് ഒഴിവാക്കിയേക്കണം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 8 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് വരച്ചൊന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കാം. മൊത്തത്തിൽ 30 പേർ. എയുടെ സ്ഥാനം ഇടത് നിന്ന് 18-മത്. ഇടത് നിന്ന് 18-മത്. എ ഇടത് നിന്ന് 18-മതാണ്. ഇടത് നിന്ന് 18-മത് എ. മൊത്തത്തിൽ 30 പേരാണല്ലോ. ശ്രദ്ധിച്ചോണേ, മൊത്തത്തിൽ 30. 18 പേര് എ. ഇടത് നിന്നും 18-മത്തെ ആളാണ് എ. ഓക്കെ, ഇനി എ കഴിഞ്ഞ് എത്ര പേരുണ്ട്? മൊത്തത്തിൽ 30 പേരില്ലയോ? എ കഴിഞ്ഞാൽ ഇനി ഒരു 12 പേരൂടെ ഉള്ളു. എ കഴിഞ്ഞാൽ എത്ര പേരാണ്? ഒരു 12 പേരൂടെ ഇങ്ങോട്ടുള്ളൂ. ഇങ്ങോട്ടൊരു 12 പേര്. 12 പേരാണ് എ കഴിഞ്ഞ് 12. മൊത്തത്തിൽ 30 പേരാണ്. ഈ 18 കഴിഞ്ഞ് ഇങ്ങോട്ടൊരു 12 പേര്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ബിയുടെ സ്ഥാനം വലത് നിന്ന് 22-മത്. അപ്പൊ ബി വലത് നിന്ന് 22-മതാണ് ബി. ശ്രദ്ധിച്ചോണം. അപ്പൊ ബിയെ നമ്മൾ ഇങ്ങോട്ട് എണ്ണാമ്പോ 1 2 3 ഇങ്ങനെ എണ്ണുക. 1 2 3 4 5 എന്ന് പറഞ്ഞ് എണ്ണി ഇവിടെ എയുടെ തൊട്ടിപ്പുറത്ത് ബി എത്തുമ്പോൾ ബിയുടെ സ്ഥാനം 12-ആണ്. എയുടെ തൊട്ടിപ്പുറത്ത്. കാര്യം എന്താ? ഇവിടെ വരെ 12 പേരല്ലേ ഉള്ളത്. ഓക്കെ, മൊത്തത്തിൽ 30 പേരാണ്. ഈ 18 കഴിഞ്ഞ് ബി കഴിഞ്ഞ് അങ്ങോട്ട് എത്ര? 12 പേരുള്ളത്. അപ്പൊ ബി ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 എന്ന് പറഞ്ഞ് എണ്ണുമ്പോൾ ബിയുടെ സ്ഥാനം 12-മതായി. ഇനി എ നിൽക്കുന്നിടത്ത് ബി എത്തിയാൽ സ്ഥാനം 13-മതായി. ഇനി അടുത്ത് എത്ര? 14.
15, 16, 17, എത്ര 22 അല്ലേ, 17, 18, 19, 20, 21, 22. ഇവിടെ എത്തി ബി. ഇതാ ഇവിടെ എത്തി. ഇവിടുന്ന് ബി. നിങ്ങൾ നോക്കിയോണം, ശ്രദ്ധിച്ചോണം. ഇവിടെ ഈ 18 പേരാണ് എയുടെ സ്ഥാനം, മുന്നിൽ നിന്ന് 18. അപ്പൊ എ കഴിഞ്ഞ് അങ്ങോട്ട് എത്ര? 12 പേരുള്ളൂ. മൊത്തം 30 പേരുള്ളൂ. അപ്പൊ ബി ഇവിടുന്ന് എണ്ണുമ്പോൾ ഈ 12 പേരും കഴിഞ്ഞ് ഇങ്ങോട്ട് 22-ആകുമ്പോൾ എത്ര എണ്ണം? 12 പേരും കഴിഞ്ഞ് 13, 14, 15, 16, 17, 18, 19, 20, 21, 22. ഇപ്പൊ ബി ഇവിടെ എത്തി. എന്ന് വെച്ചാൽ എയും കഴിഞ്ഞ് ഇപ്പുറത്ത്. നേരത്തെ അവർ തമ്മിൽ പരസ്പരം അപ്പുറത്തോട്ട് മുറിച്ച് കിടക്കത്തില്ല, ഇങ്ങനെ വന്ന് നിൽക്കത്തുള്ളൂ. ഇവരിപ്പോ മുറിച്ച് ഇപ്പുറത്ത് പോയി. ഇപ്പുറത്ത് പോയാൽ ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എയ്ക്കും ബിക്കും ഇടയിൽ എത്ര ഉണ്ടായി? ഇവിടാണ് എ നിൽക്കുന്നത്. ഇതാ ഇവിടാണ് താണ്ടെ ബി. കണ്ടേ ഇവിടാണ്, ഇവിടെ തൊട്ട് എ, ഇവിടെ ബി നിൽക്കുന്നത്. താണ്ടെ ഇതാണ് എ നിൽക്കുന്നുണ്ട്. ഈ സ്ഥാനത്താണ് എയുടെ സ്ഥാനം. എ പൊസിഷൻ ഇവിടെ തന്നെ, ബിയുടെ പൊസിഷൻ ഇവിടെ എത്തി. ഇനി ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8. ഇവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ എത്ര പേരുണ്ടോ? ഈ 8 പേരാണ് ഇവർക്കിടയിലുള്ളത്. മനസ്സിലായി? ഇങ്ങനെ എണ്ണ. കാര്യം എന്താ? എയും കഴിഞ്ഞ് ബി ഇപ്പുറത്ത് വന്നു. എയും കഴിഞ്ഞ് ബി ഇപ്പുറത്ത് വന്നപ്പോൾ കാര്യം എന്താ? 22-ാമത് എത്തണം. 22-ാമത് എത്തുമ്പോൾ ഇവന് കഴിഞ്ഞ് നമ്മൾ ഇനി ഇപ്പുറത്ത് വന്ന് ഇത്ര കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ എത്ര? 13. ഇവിടെ 22 വലിയോടോ? 13-ാമത്തുള്ളത് ഇവിടെ 22. അപ്പൊ ഇവർക്കിടയിൽ എത്ര ഉണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8 ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ഇവർക്കിടയിൽ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ എത്രയാണ്? 8 പേരാണുള്ളത്. 1, 2, 3, 4, 5, 6, 7, 8 പേരാണുള്ളത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഞാൻ പറയാം, ഇവിടെ പറയാം. മൊത്തം 30 പേരാണുള്ളത്. മൊത്തം 30 പേരാണുള്ളത്. എയുടെ സ്ഥാനം ഇടത് നിന്ന് 12-ാമത്, ബിയുടെ സ്ഥാനം വലത് നിന്ന്, അല്ലെങ്കിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 12-ാമത്, ബിയുടെ സ്ഥാനം വലത് നിന്ന് 22-ാമതുമാണ് എങ്കിൽ ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണെങ്കിൽ, സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുന്ന ഉത്തരത്തിൽ നിന്ന് മൊത്തം ആൾക്കാർ എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് അവർക്കിടയിൽ അവരെയും കൂടെ ചേർത്തുള്ളതാണ്. കണ്ടോ നോക്കിയേ, അവരെയും കൂടെ ചേർത്താണ്. ഇവരുടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആ 10 ആയിട്ടേ അവരെ ഉൾപ്പെടെ. നമുക്ക് അവരെ വേണ്ട, അവർ രണ്ടുപേരും ഒഴിവാക്കണം. അവർക്കിടയിലുള്ളവർ മതി. അപ്പോൾ അവർ രണ്ടുപേരും നമ്മളങ്ങ് ഒഴിവാക്കിയപ്പോൾ 3T 8 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 60 പേരുള്ള ഒരു വരിയിൽ മേഘയുടെ സ്ഥാനം ഇടത് നിന്ന് 45-ാമതും ജാസ്മിയുടെ സ്ഥാനം വലത് നിന്ന് 42-ാമതുമാണ് എങ്കിൽ ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? 60 പേരുള്ള ഒരു വരിയിൽ മേഘയുടെ സ്ഥാനം ഇടത് നിന്ന് 45-ാമതും ജാസ്മിയുടെ സ്ഥാനം വലത് നിന്ന് 42-ാമതുമാണ് എങ്കിൽ ആ വരിയിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, മൊത്തം ടോട്ടൽ എത്ര പേരുണ്ട്? 60 പേരാണുള്ളത്. ടോട്ടൽ. ഓക്കെ, മേഘയുടെ സ്ഥാനം ഇടത് നിന്ന് എത്ര? മേഘയുടെ സ്ഥാനം ഇടത് നിന്ന് 45-ാമതും. അല്ലേ? ജാസ്മിയുടെ സ്ഥാനം വലത് നിന്ന് 42-ാമതുമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് മേഘയുടെ സ്ഥാനം 45-ഉം ജാസ്മിയുടെ സ്ഥാനം 42-ഉം കിട്ടി. നമുക്ക് ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ 3T 45 + 42 = 87 എന്ന് കിട്ടി. 87. ഈ 87 എന്ന് പറയുന്നത് സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയേ കിട്ടിയ ഉത്തരമായ 87 മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ്. മനസ്സിലായോ? മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ്. അപ്പൊ മൊത്തം ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ്. അപ്പൊ സ്ഥാനങ്ങൾക്ക് തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരം എത്ര? 87. ഈ 87 എന്ന് പറയുന്നത് മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ്. ഓക്കെ ആണല്ലോ? യെസ്. ഇതിൽ നിന്ന് മൊത്തം ആൾക്കാർ എത്ര പേരേ ഉള്ളൂ? 60 പേരേ ഉള്ളൂ ടോട്ടൽ. ഈ 60 പേരെ കുറച്ച് മാറ്റണം. ഈ 60 പേരെ കുറച്ച് മാറ്റിയപ്പോൾ 27 എന്ന് കിട്ടും. 27. ഈ 27 പേരെന്ന് പറയുന്നത് അവർക്കിടയിൽ ജാസ്മിക്കും മേഘയ്ക്കും ഇടയിൽ ജാസ്മിയും മേഘയും ഉൾപ്പെടെ ഉള്ളവരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ജാസ്മിയും മേഘയും വേണ്ട.
അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ ഈ കിട്ടുന്ന ഉത്തരമായ 27 നിന്ന് ജാസ്മിയും മേഘയും നമ്മൾ അങ്ങ് ഒഴിവാക്കി കിട്ടിയാൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 25 പേര്. അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 25 പേരാണ്. ഇനി അവർ ഉൾപ്പെടെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 27 ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു വരിയിൽ മൊത്തം 60 പേരാണുള്ളത്. അതിൽ മേഘയുടെ സ്ഥാനം 45ഉം ജാസ്മിയുടെ സ്ഥാനം 42ഉമാണ്. ഓക്കെ, മേഘ ഇടത് നിന്ന് 45ആമതും ജാസ്മി വലത് നിന്ന് 42ആമതുമാണ്. ഈ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടിയപ്പോൾ 87 എന്ന് കിട്ടി. ഈ 87 എന്ന് പറയുന്നത് മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതൽ കിട്ടിയാൽ, മനസ്സിലായോ? മൊത്തം ആൾക്കാർ എണ്ണത്തെക്കാട്ടിൽ കൂടുതൽ കിട്ടിയാൽ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടി കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് മൊത്തം ആൾക്കാർ എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 27 എന്ന് പറയുന്നത് ജാസ്മിയും മേഘയും ഉൾപ്പെടെ അവർക്കിടയിലുള്ളവരും ജാസ്മി മേഘ ഉൾപ്പെടെ 27 പേരെന്ന് കിട്ടി. നമുക്ക് ജാസ്മി മേഘ വേണ്ട, അവർക്കിടയിലുള്ളവരെ മാത്രം മതി. അപ്പോൾ ജാസ്മി മേഘൻ 2 പേരെ കുറച്ചു, 25 എന്നുള്ള ഉത്തരം കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു മോഡലാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യനകത്ത് നോക്കിയേ. ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. ആ വരിയിലെ സ്ഥാനം പരസ്പരം മാറിയപ്പോൾ മനു മുന്നിൽ നിന്ന് 15ആമതായി എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും, ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും, ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. അവർ പരസ്പര സ്ഥാനങ്ങൾ മാറിയപ്പോൾ മനു മുന്നിൽ നിന്ന് 15ആമതായി എങ്കിൽ ആ വരിയിൽ എത്ര പേരുണ്ട്? സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? എളുപ്പം ചെയ്യാം, ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ഇപ്പോൾ പറഞ്ഞതിനകത്തെല്ലാം നമ്മൾ സിമ്പിൾ ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്, വരച്ച് ചെയ്യുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് സിമ്പിൾ ട്രിക്ക് അങ്ങ് പറഞ്ഞുതരാം, പിന്നെ വരച്ച് ചെയ്യുന്ന കൂടെ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? നോക്കാം. ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമത്. അപ്പം മനു, മനസ്സിലായോ? മനു മുന്നിൽ നിന്ന് 8ആമതാണ്. ഓക്കെ, വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമതും വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറി. ഇപ്പൊ മനു ഇവിടെ നിൽക്കുന്നു, വിനു ഇവിടെ നിൽക്കുന്നു, കുറെ പേര് ഇങ്ങനെ നിൽക്കുക. അതിൽ മനുവിന്റെ സ്ഥാനം ഇവിടെയാണ്, വിനുവിന്റെ സ്ഥാനം ഇങ്ങനെ. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറുമെന്ന് വെച്ചാൽ മനു വന്ന് വിനു നിൽക്കുന്നിടത്തും വിനു വന്ന് മനു നിൽക്കുന്നത്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും. ബാക്കി എല്ലാവരും അതേപോലെ ഇങ്ങനെ നിൽക്കും. കുറേ പേര് ഇങ്ങനെ നിൽക്കുമോ, അതിൽ ഇവർ രണ്ടുപേരും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, ഇവരുടെ സ്ഥാനങ്ങൾ പരസ്പരം മാറുമെന്ന് പറയും. ഇന്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബാക്കി ആരും ഒന്നും മാറത്തില്ല, അവർ അതേപോലെ നിൽക്കും. അപ്പോൾ ഇവരുടെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവർ ഈ പരസ്പരം അങ്ങോട്ട് മാറിയപ്പോൾ ഇവിടെ എന്താണ്? മനു മുന്നിൽ നിന്ന് 15ആമതായി. മനു മുന്നിൽ നിന്ന് 15ആമതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട സിമ്പിൾ ട്രിക്ക്, ഈ ക്വസ്റ്റ്യനകത്ത് ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ആരൊക്കെയാ? മനുവിന്റെ 2 സ്ഥാനം, 8ആം സ്ഥാനവും പറയുന്നുണ്ട്, 15ആം സ്ഥാനവും പറയുന്നുണ്ട്. ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞാൽ അതിൽ ഏറ്റവും പുതിയ സ്ഥാനം എടുക്കണം. പുതിയത് 8, 15 ആയപ്പോൾ ലേറ്റസ്റ്റ് 15 അതെടുക്കണം. അതിൻ്റെ കൂടെ മറ്റേയാൾ പറയുന്നുണ്ടല്ലോ, വിനു എന്ന് പറയുന്ന ആള്, അയാളുടെ സ്ഥാനം പറയുന്നുണ്ട് എത്ര? 7. അതുകൂടെ അങ്ങ് കൂട്ടുക, 2 കൂടെ അങ്ങ് കൂട്ടുക. മനസ്സിലായല്ലോ? ഒരാളുടെ തന്നെ 2 സ്ഥാനം പറഞ്ഞാൽ അതിൽ ഏറ്റവും പുതിയ സ്ഥാനം എടുക്കുക, മറ്റേയാളുടെ സ്ഥാനം കൂടെ ഒന്ന് കൂട്ടുക. ഈ കിട്ടുന്ന ഉത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1 അങ്ങ് കുറച്ചാൽ മതി. ഈ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് 15ഉം 7 കൂടുമ്പോൾ 22, 22 - 1 സമയത്ത് ഇട്ടിടോ 21. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 21 പേരാണുള്ളത്. മനസ്സിലായോ? ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞാൽ അതിൽ ഏറ്റവും പുതിയ സ്ഥാനവും മറ്റേയാളുടെ സ്ഥാനവും കൂടെ കൂട്ടുക, അതിൽ നിന്ന് 1 കുറച്ച് വെച്ചാൽ മതി. ഓക്കെ, നമുക്കിത് ശരിയാണോ? നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ നോക്കാം. ഓക്കെ, ഒരു വരിയിൽ മനുവിന്റെ സ്ഥാനം മുന്നിൽ നിന്ന് 8ആമത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 7 പേരുണ്ട്, 8ആമതാണ് മനു നിൽക്കുന്നത്. ഓക്കെ, വിനുവിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് 7ആമതുമാണ്. പിന്നിൽ നിന്ന് 7ആമത് നിൽക്കുന്ന വ്യക്തിയാണ് വിനു എന്ന് പറയുന്നത്. ഓക്കെ,
ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറി. അപ്പം മനു എന്തോ ചെയ്തു, കണ്ടേ മനു വിനു നിൽക്കുന്നിടത്തോട്ട് വന്നു. ഓക്കെ, പരസ്പരം മാറി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിനു ഇവിടുന്ന് എട്ടാമതാണെങ്കിൽ വിനു ഇവിടുന്ന് എട്ടാമതാണെങ്കിൽ ഏഴാമതാണെങ്കിൽ വിനു ഏഴാമതാണെങ്കിൽ വിനുവിൻ്റെ ബാക്കിൽ ഒരു 6 പേര് നിൽപ്പുണ്ട്. വിനുവിൻ്റെ ബാക്കിൽ ഒരു 6 പേരുണ്ട്. ഇയാൾ മനു എട്ടാമതാണെങ്കിൽ മനുവിൻ്റെ ബാക്കിൽ ഒരു 7 പേര് നിൽപ്പുണ്ട്. അതവിടെ നിൽക്കട്ടെ. കാര്യം മനു ഇന്റർചേഞ്ച് ചെയ്യുന്നുണ്ട്. വിനുവിൻ്റെ ബാക്കിലുള്ള 6 പേരുണ്ട്. ഇനി ഇവർ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എന്തുവാ, ഇവിടെ നിന്ന് മനു ഇവിടെ വന്ന് മനു ഇവിടെ വന്നപ്പോൾ മനുവിൻ്റെ സ്ഥാനം എത്രയായി മാറി, 15ാമത്. ഇപ്പം ഇവിടെ മനു ഇവിടെ എത്തി 15ാമതായി. വിനു ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. അവരങ്ങോട്ട് ചെയ്യണം. അപ്പം ഇവിടെ തൊട്ട് ഇവിടെ വരെ നേരത്തെ 8 പേരെ ഉള്ളായിരുന്നു. വിനു നിൽക്കുന്ന ഇവിടെ എത്രയായി, 15 പേരായി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ വരെ എത്ര പേരുണ്ട്, ഇവിടെ തൊട്ട് ഇവിടെ വരെ, ഇവിടെ നിന്ന് 8ാമത് നിന്ന് മനു ഇവിടെ എത്തി. അപ്പോൾ എന്തുവായി, 15 പേരായി. അപ്പം ഇവിടെ 15 പേരുണ്ട്. പ്ലസ് ഈ മനുവിൻ്റെ ഫ്രണ്ടിൽ ഒരു 6 പേര്. കണ്ട, വിനുവിൻ്റെ ബാക്കിൽ ഒരു 6 പേര് ഇപ്പോൾ ഇല്ലയോ. ആ വിനു നിന്നിടത്തോട്ടാ മനു വന്നത്. അപ്പോൾ മനുവിൻ്റെ ഫ്രണ്ടിൽ ഇനി എത്ര പേരുണ്ട്, ഒരു 6 പേരുണ്ട്. കമ്മി കൂട്ടിയാൽ മതി, കമ്മി കൂട്ടുക 6. അപ്പോൾ ഇവിടെ വരെ 15 പേരും, ഇനി ഫ്രണ്ടിൽ ഒരു 6 പേരും ഉണ്ട്. 25ഉം 15ഉം 6 കുടുംബത്തിൽ കിട്ടി 21. ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 21 പേരാണ്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട. ഒരാളുടെ തന്നെ 2 സ്ഥാനം പറഞ്ഞാൽ അയാളുടെ ഏറ്റവും പുതിയ സ്ഥാനം എടുക്കുക, മറ്റേ സ്ഥാനം കൂട്ടുക, തമ്മിൽ കൂട്ടുക. അതിൽ നിന്ന് 1 അങ്ങ് കുറച്ചേച്ചാൽ മതി. ഓക്കെ ആണോ? യെസ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18ാമതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 16ാമതുമാണ്. അവർ സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ബി വലത് നിന്ന് 22ാമതായി എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? മനസ്സിലായല്ലോ? ഓക്കെ, ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ നോക്കിയേ, ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18ാമതാണ്. എയുടെ സ്ഥാനം ഇടത് നിന്ന് 18ാമതാണ്. ബിയുടെ സ്ഥാനം വലത് നിന്ന് 16ാമതുമാണ്. ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18ാമതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 16ാമതുമാണ്. ഇവർ പരസ്പര സ്ഥാനങ്ങൾ മാറിയപ്പോൾ ബി വലത് നിന്ന് 22ാമതായി. ബി വലത് നിന്ന്, ഒരു വരിയിൽ എയുടെ സ്ഥാനം ഇടത് നിന്ന് 18ാമതും ബിയുടെ സ്ഥാനം വലത് നിന്ന് 16ാമതുമാണ്. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ബി വലത് നിന്ന് എത്രാമതായി, 22ാമതായി. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഒരാളുടെ തന്നെ 2 സ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പുതിയ സ്ഥാനം, ഒരാളുടെ തന്നെ 2 സ്ഥാനം പറഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്ഥാനം എത്ര, ബി ആണ്. ബിയുടെ തന്നെയാണ് 2 സ്ഥാനം പറയുന്നത്, 16ഉം 22ഉം പറയുന്നുണ്ട്. ബിയുടെ ഏറ്റവും പുതിയ സ്ഥാനം 22, അതെടുക്കണം. ഏറ്റവും പുതിയ സ്ഥാനവും മറ്റേയാളുടെ സ്ഥാനം, മറ്റേയാളെ എയുടെ സ്ഥാനം കൂടെ അങ്ങ് കൂട്ടുക, രണ്ടുകൂടെ കൂട്ടിയിട്ട് നിങ്ങൾ ഒന്നങ്ങ് കുറച്ച് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യവും ചെയ്യേണ്ട. മനസ്സിലായല്ലോ? ഒരു വരിയിൽ എയുടെ സ്ഥാനം എന്ന് പറയുന്നത് 18ഉം ബിയുടെ സ്ഥാനം 16ഉം. ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ബി അതിങ്ങ് 22ാമതായി എങ്കിൽ ഈ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് അറിയാൻ ഒരാളുടെ തന്നെ 2 സ്ഥാനം, ബിയുടെ 2 സ്ഥാനം പറഞ്ഞത് അതിൽ ഏറ്റവും പുതിയ സ്ഥാനം 22, അതിൻ്റെ കൂടെ എയുടെ സ്ഥാനം കൂടെ അങ്ങ് കൂട്ടുക. എയുടെ സ്ഥാനം കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് 1 കുറയ്ക്കുക. ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40 കിട്ടും. 40 - 1 സമയത്ത് കിട്ടിയിടൂ 39. ആ വരിയിൽ ആകെ എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 39 പേരാണ് ആ വരിയിൽ ആകെ ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? മൊത്തമുള്ള ആൾക്കാർ എണ്ണത്തിലാണ് 39. ഞാൻ പറയുന്നത് ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രീതിയിൽ ചെയ്താൽ മതി. ഇതിന് ഒരുപാട് മോഡലുണ്ട്. ഇതൊന്നും അല്ല, ഇതിപ്പോൾ നമ്മളൊരു LGS LD ലെവലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് നിങ്ങളെ. LD ഇനി എന്തുകൊണ്ട് ഇവർ സ്ഥാനങ്ങൾ പരസ്പരം മാറി. ഇപ്പോൾ എയുടെ സ്ഥാനം 18ാമതായി, ഒരു സ്ഥാനങ്ങൾ പരസ്പരം മാറിയപ്പോൾ ബി 16ൽ നിന്ന് 22ലേക്കായി എങ്കിൽ എ എത്രാമതിലേക്ക് എത്തി, എ 18ൽ നിന്ന് എത്രാമത് എത്തി എന്നൊക്കെ ചോദിക്കുന്ന മോഡലുണ്ട്. അത് കൂടാതെ പിന്നെ ഇവരിങ്ങനെ 2 സൈഡിൽ നിന്നുള്ള സ്ഥാനങ്ങൾ പറയും. ഇങ്ങനെ ഒത്തിരി SSC ബാങ്ക് ലെവൽ, അതേപോലെ തന്നെ ഡിഗ്രി ലെവലൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടുള്ള മോഡലുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോൾ LD ലെവലിലാണ് ഇതിനെ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഓക്കെ, നമുക്കപ്പം എന്ത് ചെയ്യാം? അപ്പോൾ തൽക്കാലം LGSകാർക്ക് വേണ്ട ആവശ്യത്തിലധികമുള്ള സംഭവം നമ്മൾ ഇന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി കൂടുതലും കാര്യങ്ങളും ചെയ്യാം. കാരണം ഒത്തിരി ടോപ്പിക്ക് നമുക്ക് തീർക്കാനുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മളപ്പോൾ സ്ഥാനനിർണ്ണയം എന്ന് പറയുന്ന നിങ്ങളുടെ ടോപ്പിക്കിനകത്തുള്ളതാണ് നമ്മളോട് അവസാനിപ്പിച്ചിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വേറെ ഇതുപോലെ നിങ്ങളുടെ സിലബസിലുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.